തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് അടിയന്തര പ്രാധാന്യത്തോടെ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണമെന്ന് ഡീൻ കുര്യാക്കോസ് MP. വനംവകുപ്പ് കൈവശഭൂമി വനഭൂമിയാക്കാൻ നടത്തുന്ന ആസൂത്രിത ശ്രമത്തിന്റെ ഭാഗമാണ് കുരിശ് പിഴുത് അതിക്രമം നടത്തിയത്. തമിഴ്നാട് വനംവകുപ്പ് മറയൂർ ചിന്നാറിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ടോൾ ഏർപ്പെടുത്തുന്ന നടപടി പിൻവലിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. 2016 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റെ മിനിറ്റ്സ് രേഖയനുസരിച്ച് നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ നേരത്തെ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാത്തതും എന്നാൽ പട്ടയം അനുവദിക്കുന്നതിനായി വെരിഫിക്കേഷൻ നടക്കപ്പെടേണ്ടതുമായ ഭൂമിയാണ്. 2020 റവന്യൂ ഉത്തരവനുസരിച്ച് ജണ്ടയ്ക്ക് പുറത്തുള്ള കൈവശ അവകാശമുള്ള ഭൂമിക്ക് പട്ടയം അനുവദിക്കാവുന്നതാണ്. 1983 വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്തപ്പെടേണ്ട സ്ഥലങ്ങളെ സംബന്ധിച്ച് ധാരണയായ മേഖലകളിൽ നാരങ്ങാനം മേഖലയും ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ഈ ആധികാരികമായ സർക്കാർ രേഖകൾ എല്ലാം നിലനിൽക്കെയാണ് വനം വകുപ്പ് അതിക്രമം നടത്തിയിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തങ്ങൾക്ക് യാതൊരു അവകാശവുമില്ലാത്ത ഭൂമിയിലാണ് വനം വകുപ്പ് അതിക്രമം നടത്തിയത്. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം. 1930 BTR രേഖ വെച്ചുകൊണ്ട് വനംവകുപ്പിന് അനുകൂലമായി റിപ്പോർട്ട് എഴുതിയ റവന്യൂ ഉദ്യോഗസ്ഥനെതിരെയും നടപടി വേണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. അതായത് 2016 ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇടുക്കി ജില്ലയിലെ പട്ടയ പ്രശ്നം ചർച്ച ചെയ്യുന്ന വിപുലമായ യോഗത്തിൽ തന്നെ നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല എന്നും അപ്രകാരം ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാതെ പോയിട്ടുള്ള എന്നാൽ പട്ടയത്തിന് അർഹതയുള്ള പ്രദേശങ്ങളിൽ എത്രയും പെട്ടെന്ന് ജോയിന്റ് വെരിഫിക്കേഷൻ പൂർത്തീകരിക്കണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ 2020 ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുറത്തിറക്കിയ ഉത്തരവനുസരിച്ച് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉത്തരവനുസരിച്ച് ഏതെല്ലാം മേഖലയിൽ ജണ്ടയ്ക്ക് പുറത്ത് പട്ടയത്തിന് അവകാശമുണ്ടോ അവിടെയെല്ലാം പട്ടയം നൽകാനുള്ള നടപടി സ്വീകരിക്കണം, ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തണം എന്ന് പ്രത്യേകമായി നിഷ്കർഷിച്ചിട്ടുള്ളതാണ്. ഇതോടൊപ്പം തന്നെ റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയ്ക്ക് വേണ്ടി 1983 പുറത്തിറങ്ങിയിട്ടുള്ള രേഖയനുസരിച്ച് തന്നെ നാരങ്ങാനം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അവിടെ കൈവശ ഭൂമി ഉള്ളതാണെന്നും ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതുമുള്ള ആയിട്ടുള്ള റിപ്പോർട്ടുള്ളതാണ്. അപ്പോൾ ഈ രേഖകളെല്ലാം കൈവശം വെച്ചുകൊണ്ടാണ് വനംവകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ റവന്യൂവിൻ്റെ വില്ലേജ് ഓഫീസറുമെല്ലാം അവിടെ കർഷകർക്കെതിരായിട്ടുള്ള വിശ്വാസികൾക്കെതിരായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാവണമെന്നും ജോയിന്റ് വെരിഫിക്കേഷൻ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്നും ജനങ്ങൾക്ക് അനുകൂലമായ തീരുമാനം എടുക്കണമെന്നും ജില്ലാ കളക്ടറോട് ജില്ലാ വികസന സമിതി യോഗത്തിൽ ഇന്ന് ആവശ്യപ്പെടുകയുണ്ടായി. കൂടാതെ തമിഴ്നാട് വനംവകുപ്പ് മറയൂർ ചിന്നാറിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ടോൾ ഏർപ്പെടുത്തുന്ന നടപടി പിൻവലിക്കണമെന്നും MP ആവശ്യപ്പെട്ടു. ഇപ്പോൾ വനം വകുപ്പിന് പൊതുമരാമത്ത് റോഡിൽ ഏതെങ്കിലും വിധത്തിൽ ടോൾ പിരിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നിയമം ഈ രാജ്യത്ത് നിലനിൽക്കുന്നതാണ്. പൊതുമരാമത്ത് റോഡ് വകുപ്പിൻ്റെ കീഴിലുള്ള ഇൻ്റർസ്റ്റേറ്റ് ഹൈവേയിൽ ടോൾ പിരിക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് വേണ്ടി മാത്രമേ അതിനുള്ള അവകാശമുള്ളൂ. പക്ഷേ വനം വകുപ്പ് അനാവശ്യമായി ജനങ്ങൾക്ക് മേലെ നികുതി ചുമത്തുന്ന ഒരു നടപടിയാണ് മറയൂരിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മലയാളികളെ ബാധിക്കുന്ന, കേരളത്തിലേക്ക് വരുന്ന മലയാളികളെ ബാധിക്കുന്ന, സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ തമിഴ്നാട് സർക്കാരുമായി ഈ കാര്യം ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി പ്രശ്നം പരിഹരിക്കണമെന്ന് ജില്ലാ വികസന സമിതിയിലൂടെ സർക്കാരിനോട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്തർസംസ്ഥാന പാതയിലാണ് വനംവകുപ്പ് ടോൾ പിരിക്കുന്നത്. പൊതുമരാമത്ത് റോഡിൽ വനംവകുപ്പിന് നികുതി ഏർപ്പെടുത്താൻ അധികാരമില്ല. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് തമിഴ്നാടിന് കത്ത് നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു.